വഴി പീഡിപ്പിക്കാൻ ശ്രമം. പോലീസ് കസ്റ്റഡിയിലായ പ്രതിയെ റിമാൻഡ് ചെയ്തു. നെടുന്തോട് സ്വദേശി ജാഫറിനെയാണ് റിമാൻഡ് ചെയ്തത്. ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഇയാൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെയാണ് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ പിതാവ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ നെടുന്തോടിലൊരു ചിക്കൻ കട അടുത്താണ്. എൻ്റെ കൊച്ച് 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് 11 വയസ്സുള്ളൂ. ആ കൊച്ച് എൻ്റെ കടയിലേക്ക് വരാൻ വേണ്ടി പോന്നപ്പോൾ ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തിയെ ഓട്ടോയിൽ കയറ്റി എൻ്റെ കടയിൽ കുന്നാക്കാമെന്നും പറഞ്ഞ് കൊച്ചിനെ കയറ്റി എൻ്റെ കടയിൽ അവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെയുള്ള ഒരു പാടത്ത് കൊണ്ടുപോയി എൻ്റെ കൊച്ചിനെ ഒറ്റയ്ക്ക് നിർത്തി എൻ്റെ കൊച്ചിനോട് അപമര്യാദയായിട്ട് പെരുമാറുകയും എൻ്റെ കൊച്ച് പേടിച്ച് ഇറങ്ങി ഓടാൻ നേരത്ത് എൻ്റെ കൊച്ചിനെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി എൻ്റെ കൊച്ചിനോട് ചെയ്യാൻ പറ്റായിക കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ച് പേടിച്ച് നിന്നപ്പോൾ കൊച്ച് കുതിരി മാറി ഓടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൊച്ചിൻ്റെ കോളറിനെ പിടിച്ച് നീ എന്തെങ്കിലും ചെയ്താൽ നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്നെ വണ്ടി കയറ്റി കൊല്ലുമെന്ന് പറയും. അതിനുശേഷം ഒരു 4-5 ദിവസമായിട്ട് എൻ്റെ കൊച്ച് സ്കൂളിൽ പോയിട്ടില്ല പേടിച്ചിട്ട്. ആ കാരണം ചോദിച്ചപ്പോൾ അവൾക്ക് പഠിത്തമില്ല, സ്പോർട്സിൻ്റെതായതുകൊണ്ട് അവധിയാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് സ്കൂളിൽ നിന്ന് ടീച്ചർ വരാതെ എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് കൊച്ച് പറയുന്നത് ഞാൻ പോവില്ല, എനിക്ക് പേടിയാണ്, എന്നെ ജാഫ്രിക്ക വണ്ടിയേറ്റ് കൊല്ലും എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവനെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്തു എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ കൊച്ചിനെ ഞാൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ഉടനടി തന്നെ പോലീസ് വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും കൊച്ചിനെ ഇതിനു മുമ്പ് ഒരു 10 ദിവസം മുമ്പ് കൊച്ചിനെ സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് വരെയും കൊണ്ടുപോയി കൊച്ചിന് ആവശ്യമില്ലാത്ത അശ്ലീല വീഡിയോ ഫോണിൽ കാണിച്ചു കൊടുത്ത് കൊച്ച് പേടിച്ച് സ്കൂളിലേക്ക് പോയി. ഇത് കൂടെ പഠിക്കുന്ന 3 കുട്ടികളുടെ അടുത്ത് കൊച്ച് പരാതി പറഞ്ഞു. ഇന്നലെ പെരുമ്പാവൂർ പോലീസിനെയും ടീം സ്കൂളിൽ ചെന്ന് ആ 3 കുട്ടികളുടെ മൊഴി എടുത്തുകയും ഈ പ്രതിയെ മിനിയാന്ന് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഇപ്പോൾ നിലവിൽ എൻ്റെ കുട്ടി പേടിച്ച് വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ല. കുട്ടീനെ ഭയങ്കര ഉപദ്രവമാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കൊച്ചിനോട്. കൊച്ച് ഇപ്പോൾ വീട്ടിൽ ഭയങ്കര ആക്റ്റീവായിരുന്ന കൊച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ ഇവനൊരു ഞെരുമ്പ് രോഗിയാണ്. കാരണം നേരത്തെ മുതൽ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചറിയ വ്യക്തിയെക്കുറിച്ച്. കാരണം വളരെ മോശമായ ഇതാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഈ വ്യക്തിയുടെ ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് മൊത്തം ആവശ്യമില്ലാത്ത വീഡിയോസും ഒരുപാട് ചാറ്റുകളും കാര്യങ്ങളുമാണ് ഈ വ്യക്തിയുടെ കാര്യങ്ങൾ വന്നേണേ. എൻ്റെ കൊച്ചിനെ അതുകൂടാണ്ട് പാടത്ത് കൊണ്ടുപോയി ഈ ഫോൺ, എൻ്റെ കൊച്ചിൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നു, ഈ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് എന്നെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. എന്നിട്ട് പറഞ്ഞു നീ ഇത് ആരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞാൽ നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് നിന്നെ വണ്ടി ഏറ്റി കൊല്ലും എന്നും പറഞ്ഞ് അപമര്യാദയായിട്ടാണ് ആൾ പെരുമാറിയത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.